എല്ലാ പ്രേക്ഷകർക്കും മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഗവേഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ VS വിജയൻ സാറെയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന നിരവധി പരിസ്ഥിതി പഠനങ്ങളുടെ ചുക്കാൻ പിടിച്ച, കേരളത്തിനകത്തും പുറത്തും നിരവധി പരിസ്ഥിതി സംഘടനകളുടെ അമരത്തും അതിൻ്റെ ഗവേഷകനായും പ്രവർത്തിച്ച വിജയൻ സാർ കഴിഞ്ഞ 50 വർഷത്തോളമായി പരിസ്ഥിതിയുടെ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി സമരങ്ങളുടെ ഒരു മാതൃകയായി കാണുന്ന സൈലൻറ്റ് വാലി സമരങ്ങളുടെ തുടർച്ച എന്നോണം സൈലൻറ്റ് വാലിയെക്കുറിച്ച് വിദഗ്ധമായ പഠനം നടത്തിയിട്ടുള്ള വിജയൻ സാർ തുടർന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി എക്സ്പെർട്ട് കമ്മിറ്റി അംഗവും കേരളത്തിലെ നിരവധി പോളിസി നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്ത വിജയൻ സാറാണ് ഇന്ന് നമ്മളുടെ മുഖാമുഖത്തിലെ അതിഥി. നമസ്കാരം സാർ. ഒരു 50 വർഷം മുന്നെയാണ് മാഷയുടെ ഈ യാത്ര തുടങ്ങുന്നത്. ഒരു പക്ഷി ഗവേഷകനായിട്ട് തുടങ്ങുന്നു. പിന്നീട് സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു ഗവേഷകൻ എന്നതിലപ്പുറത്ത് സമൂഹത്തിൻ്റെ ഇതര വിഷയങ്ങളിൽ മാഷയുടെ പഠനങ്ങളിലൊക്കെ പ്രതിഫലിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഗവേഷകൻ എങ്ങനെ ഈ ഒരു സാമൂഹ്യ വീക്ഷണത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ സമൂഹം എങ്ങനെ മാഷയുടെ ഗവേഷണങ്ങളിൽ ഒരു മുഖ്യ വിഷയമായി എന്നറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. ഞാൻ താങ്കൾ പറഞ്ഞ മാതിരി ഒരു പക്ഷി ഗവേഷകൻ തന്നെയായിരുന്നു. ഇപ്പോഴും ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പം എനിക്ക് സമയം കിട്ടുന്നില്ല, പിന്നെ പുറത്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഭരത്പൂർ 1980 തുടങ്ങി 91 വരെ അവിടെ ഉണ്ടായിരുന്നു. ഭരത്പൂർ ബേർഡ് സാങ്ച്വറി എന്ന് കേട്ടാണ്, വേൾഡ് ഫേമസ് ആയി. അപ്പോൾ അവിടെ അതൊരു വെറ്റ്ലാൻഡാണ്. ആ വെറ്റ്ലാൻഡിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ പഠിച്ചു. ഒരു ടീമുണ്ടായിരുന്നു, 15 സയൻറ്റിസ്റ്റുള്ള ഒരു ടീമായിരുന്നു. ഞാൻ അതിൻ്റെ ഹെഡായിരുന്നു. ഡോക്ടർ സലിമാലി ആയിരുന്നു ഹെഡ്. ഞാൻ പക്ഷേ അതിൻ്റെ കീഴിലിരുന്ന് ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്യലും എല്ലാം എൻ്റെ ജോലിയായിരുന്നു. അപ്പോൾ അന്ന് അവിടെ കണ്ട ഒരു പ്രധാന പ്രശ്നം ഈ പെസ്റ്റിസൈഡിൻ്റെ യൂസാണ്. അത് വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം പക്ഷികൾ മരിക്കുന്നു. അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. പക്ഷികൾക്ക് മാത്രമല്ല മനുഷ്യനും ഒക്കെ പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ ആ പഠനം 10 വർഷമായിരുന്നു. അത് ഒരു വെറ്റ്ലാൻഡിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. ഈ 15 ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു പറഞ്ഞാൽ അവർ ഓരോ വിഷയം പഠിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ഇതിൻ്റെ വാട്ടർ കെമിസ്ട്രി പഠിക്കും, ഒരാൾ സോയിൽ കെമിസ്ട്രി പഠിക്കും, അങ്ങനെ എല്ലാ സംഗതികളും. അങ്ങനെ അത് മാമൽസ് വരെ പോയിട്ടുണ്ടായിരുന്നു സ്റ്റഡി. അപ്പോൾ എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഈ ബേർഡ്സിൻ്റെ ഫ്ലൈറ്റാണ്. അതായത് അത് പോയിസൺ കൊണ്ടാണ് മരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ അതന്ന് നടന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഡോക്ടർ സലിമാലിയുടെ പേരിൽ കോയമ്പത്തൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹം ഉള്ള കാലത്ത് തന്നെ ഒരു നാഷണൽ സെൻറ്റർ ഫോർ ഓർണിത്തോളജി വേണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. അപ്പോൾ അന്ന് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. ഓക്കെ. സാറ് ബയോഡൈവേഴ്സിറ്റി ചെയർമാനായിട്ട് വരുന്നു. പിന്നെ ആ ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ എന്ന നിലയിൽ സമഗ്രമായിട്ടുള്ളൊരു ഇടപെടൽ കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റിയിൽ നടത്താനായിട്ട് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് PBR പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഉണ്ടാക്കാനായിട്ടും BMCകൾ ഉണ്ടാക്കാനായിട്ടും ഓരോ പഞ്ചായത്തിലും വളരെ വിപുലമായ രീതിയിൽ അത് ആസൂത്രണം ചെയ്തിട്ടുമുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിചാരിച്ച അത്ര രീതിയിൽ പഞ്ചായത്ത് തലത്തിൽ ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് ശരിക്കും. പക്ഷേ അതിനെ വിഭാവനം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ലൊരു വിഷനോട് കൂടിയിട്ടാണ് സാറ് ചെയർമാനായിരിക്കുന്ന സമയത്ത് അത് കൊണ്ടുവന്നത് ശരിക്കും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തതും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയും കൂടി ഒന്ന് വിലയിരുത്താവോ സാറാണ്? അത് ഇതിലൊക്കെ ഒരു സംഗതിയുണ്ട്. ഇത് ലീഡ് ചെയ്യുന്ന ആളുകൾ
എത്രമാത്രം ഇൻവോൾവ് ആവുന്നോ ഓക്കെ അത്രമാത്രം സക്സസ്ഫുൾ ആകും. അതെ അതെ അതെ. പലർക്കും അതിൽ ഫീൽഡിൽ പോയിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട് പല കാരണങ്ങളാൽ. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ പോളിസി ഉണ്ടാക്കാൻ തന്നെ കുറേ സമയമെടുത്തു. അത് ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഡിസ്കഷൻ നടത്തിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അതിലും പ്രധാനമായിട്ടുള്ളത് അന്ന് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത് കാണിക്കണമെന്ന് വിചാരിച്ച സംഗതി ഒന്ന് കൃഷിയാണ്. കൃഷി കംപ്ലീറ്റ് ജൈവമായിട്ട് ഓർഗാനിക്കായിട്ട് വളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ കണ്ട കൃഷി എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കാനൊരു പദ്ധതി ഞങ്ങൾ ഈ പാലക്കാട് അടുത്ത് ഒരു സ്ഥലത്ത് ചെയ്തു, എരുമയൂർ പഞ്ചായത്തിൽ. അപ്പോൾ അത് അവിടുത്തെ ആളുകൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെയാണ് ആളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ നടക്കുമല്ലോ, അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് കാര്യമായിട്ട്. പക്ഷെ ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ നിർഭാഗ്യവശാൽ അത് നിർത്തി കളഞ്ഞു. അതാണ് പ്രശ്നം. അപ്പോൾ ആളും മാറുന്നതോടും പോളിസിയും മാറുന്നുണ്ട്. പിന്നെ ഈ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാനുള്ളപ്പോൾ അതങ്ങോട്ട് തുടങ്ങി വെച്ചോളൂ. ഫൗണ്ടേഷൻ ഇട്ടു, തുടങ്ങി വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ പിൻഗാമിയായിട്ട് വന്നത് ഒരു ഡോക്ടർ RV വർമ്മയാണ്. പുള്ളിക്കും താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ രജിസ്റ്ററിൻ്റെ പരിപാടി പുള്ളിയുടെ കാലത്ത് ചെയ്ത് കഴിഞ്ഞു. പിന്നെയാണ് ഈ BMC വരുന്നത്. BMCയും തുടങ്ങി വെച്ചു. അത് വർമാജി തന്നെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് BMC. ഇപ്പോൾ അത് എങ്ങനെ പോകുന്നു വെച്ചാൽ പ്രശ്നം എല്ലാം നിയമപരമായിട്ടൊക്കെ ഉണ്ട്. BMC ഉണ്ട്. പക്ഷേ ആ BMCയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഞ്ചായത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞൂടാ. അതാണ് പ്രശ്നം. എല്ലാം പേപ്പറിലുണ്ട്, പക്ഷേ അത് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഈ രജിസ്റ്റർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർക്ക്. അപ്പോൾ എന്ത് പ്രൊജക്റ്റ് കൊണ്ടുവരണമെങ്കിലും എവിടെ കൊണ്ടുവരണമെങ്കിലും ആ സ്ഥലത്തെ BMC ആയിട്ട് കൺസൾട്ട് ചെയ്യണം. ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റി ആയിട്ട് കൺസൾട്ട് ചെയ്യണം. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉണ്ട്. പിന്നെ 2-3 നാട്ടിലെ കൃഷിക്കാരോ അംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു റെപ്രസെൻറ്റേഷനാണ്. അവരായിട്ട് കൺസൾട്ട് ചെയ്യണം. എന്ത് പ്രൊജക്റ്റ് ആയാലും അത് നടക്കണേ ഇല്ലല്ലോ ഇവിടെ, നടക്കുന്നേ ഇല്ല. അതാണ് മതി. നമ്മൾ സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെക്കും, പക്ഷേ സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. സാറുടെ നേതൃത്വത്തിൽ ഒരു പുസ്തകം, ഈ കേരളത്തിന് ഒരു സസ്റ്റൈനബിൾ അല്ലെങ്കിൽ സുസ്ഥിര വികസന മോഡൽ എന്ന രീതിയിൽ പുസ്തകം ഇറക്കുണ്ടായി. കുറേ വിഷയങ്ങൾ അതിൽ പ്രതിപാദിക്കുകയുണ്ടായി ശരിക്ക്. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് കേരളം നേരിടുന്ന, കാരണം നമ്മൾ ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നു, നമുക്ക് പശ്ചിമഘട്ടമുണ്ട്, 44 നദികളുണ്ട്, വളരെ ഭൂപ്രകൃതി വളരെ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ചെറിയൊരു പ്രദേശമാണ് നമ്മുടെ കേരളം എല്ലാം കൊണ്ടും. പക്ഷേ ആ കേരളം ഒരു 50 വർഷത്തിനുള്ളിൽ സാറുടെ പ്രവർത്തന ആ ഒരു ദൈർഘ്യത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എപ്പോൾ നോക്കിയാലും മഴ പെയ്താൽ പ്രളയങ്ങളുണ്ടാവുന്നു, മണ്ണിടിച്ചിലുണ്ടാവുന്നു. അങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു 24/7 പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ ഒരു മാറ്റം ശരിക്കും എങ്ങനെ സാറ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് ഇന്ന് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റും ശരിക്കും? ഇപ്പം അതിൽ ഒരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് ഇവിടുത്തെ എല്ലാ പരിസ്ഥിതിയുടെ പ്രവർത്തകരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് എഴുതിയിട്ടുള്ള ഒരു സാധനമാണ്. ഒരാളല്ല അതിൻ്റെ എഡിറ്റർ, ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് എഴുതിയത്. 22 ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുമാതിരി എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നമുക്കിപ്പോൾ വേണ്ടത് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയോറിറ്റി എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു കറക്റ്റായിട്ടൊരു പിക്ചർ വേണം. അപ്പോൾ സാർ നമ്മൾ സംസാരിച്ച ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സുസ്ഥിര വികസനം എങ്ങനെ നമുക്ക് സാധ്യമാക്കാം? നമ്മുടെ ഡിമാൻഡ്സും ഞാൻ അതിലേക്കാണ് വന്നത്.
നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് സുസ്ഥിര വികസനം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ ഇത് എങ്ങും പ്രാക്ടീസ് ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു മോഡലില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ സലിമാലി ഫൗണ്ടേഷൻ കഴിഞ്ഞ 6 വർഷമായിട്ട് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ, ഇവിടെ അടുത്താണ് വെള്ളാങ്കല്ലൂർ, അവിടെ ഒരു സുസ്ഥിര വികസന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെയുള്ള ജനങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ആവശ്യങ്ങൾ മുഴുവൻ എങ്ങനെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ, അത് കാടും മലകളും തണ്ണീർത്തടവും നെൽപ്പാടങ്ങളും നശിപ്പിക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാനാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതിപ്പോൾ 6ാമത്തെ വർഷമാണ്. ഒരു അഗ്രികൾച്ചർ പോളിസി അല്ലെങ്കിൽ ഒരു പൂർണ്ണ ഒരു ജൈവ കൃഷിയിലേക്ക് നമുക്ക് സാധ്യമാണോ ശരിക്കും? അങ്ങനെ ആണെങ്കിൽ ശരി, നമുക്കൊരു പോളിസിയൊക്കെ സാറ് ഫ്രെയിം വർക്ക് ചെയ്തിരുന്നല്ലോ ജൈവ കൃഷിയായി ബന്ധപ്പെട്ട്. അല്ല, അത് സാധ്യമാണോ എന്നാണ് ചോദിച്ചത്. അത്തരത്തിൽ ശ്രമങ്ങൾ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ളൂ ഫെയ്ത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഇത് വേണം എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കണം. നമുക്ക് ജൈവമായിട്ടുള്ള ഭക്ഷണം നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാം അത് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം ആദ്യം വരണം. അതിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെയല്ലോ, നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും ചീപ്പായിട്ടുള്ള സംഗതി നോക്കും. അപ്പോൾ ആ ചീപ്പായിട്ടുള്ളത് ജൈവകൃഷി കൊണ്ട് ഉണ്ടാക്കുന്ന സംഗതികളും ചീപ്പായിട്ട് മാർക്കറ്റിൽ പോകണമെന്ന് വാശി പിടിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നടക്കണില്ല. ചിലവാക്കിയത് പൈസ കിട്ടണ്ടേ, അല്ലെങ്കിൽ ഏതെങ്കിലും കർഷകൻ പോവോ, അല്ലെങ്കിൽ പിന്നെ സർക്കാർ അതനുസരിച്ചുള്ള സബ്സിഡി തരണം. അത് തരികയില്ല. സോ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് കേരളം നമുക്കിപ്പോൾ ഒരു മൺസൂണിൻ്റെ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭീതി ജനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ പ്രളയം, അല്ലെങ്കിൽ മലയിടിയുന്നു, അങ്ങനെ ഒരു സാർവത്രികമായിട്ടുള്ളൊരു നാശം നമുക്ക് കാലവർഷം വരുമ്പോൾ ഒരു ഭയങ്കര ഭീതി ജനിത. അപ്പോൾ എല്ലാവരും ടെലിവിഷനിലൊക്കെ നോക്കിയിരുന്ന് ഇങ്ങനെ ഭീതിയോടുകൂടി ഡാം തുറക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രളയം വരുന്നുണ്ടോ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാറ് വിഭാവനം ചെയ്യുന്ന ഒരു സസ്റ്റൈനബിൾ, ഒരു സുസ്ഥിര വികസനത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കാണുന്നത്? ശരിക്കും എങ്ങനെ നമുക്ക് നേരിടാൻ സാധിക്കും ഇന്നത്തെ ഒരു സാഹചര്യം? അതിപ്പോൾ ഈ പ്രളയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയും വരും. ഇപ്പോൾ 2 വർഷം 3 വർഷം വന്നു, ഇനി അത് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം കാലാവസ്ഥ വ്യതിയാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആഗോള പ്രതിഭാസമാണ്. അതിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്കൊരു പരിധി വരെ അതിൻ്റെ ആഘാതങ്ങൾ ലഘൂകരിക്കാൻ പറ്റും. കാലാവസ്ഥ വ്യതിയാനത്തിനെ മാറ്റാൻ നമ്മളെ കൊണ്ടാവില്ല. അത് ഇപ്പോൾ ഗ്ലാസ്ഗോയിൽ ചർച്ച ചെയ്തത് ഇത് തന്നെയാണ്. അപ്പം നമുക്കിവിടെ ആവശ്യമുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഴ വരും എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. ഈ സാധ്യതകൾ എങ്ങനെ കുറക്കാം, ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ എങ്ങനെ കുറക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മണ്ണൊലിപ്പ് എങ്ങനെ കുറക്കാം എന്ന് നോക്കണം. അതാണ് പറഞ്ഞത്, അതിൻ്റെ ആഘാതങ്ങൾ എങ്ങനെ കുറക്കാം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇല്ലാതിരിക്കില്ല, ഉണ്ടാവും. അപ്പോൾ സാർ, നമ്മൾ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കുറച്ചും കൂടി നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് സാർ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതെ അതെ. അല്ല, നമ്മൾ ഇപ്പോൾ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകാർക്കും കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പശ്ചിമഘട്ടത്തിനെ 3ആയിട്ട് തിരിച്ചു. സോൺ 1, സോൺ 2, സോൺ 3. ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1, ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 2, സോൺ 3. അപ്പോൾ സോൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങൾ. സോൺ 2 മോഡറേറ്റ്ലി ലോലം, മറ്റത് ലീസ്റ്റ് ബോതേഡ്, അങ്ങനെയുള്ള ഇതിലാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വൃത്തിയായിട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മളത് വകവയ്ക്കില്ലല്ലോ. ആ റിപ്പോർട്ട് തന്നെ കത്തിച്ച് കളയും, അത് എഴുതിയ ആളുടെ രൂപം തന്നെ കത്തിച്ചു, അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായില്ലേ, അതൊക്കെ അറിയാമല്ലോ. അതിൻ്റെ കാര്യം ജനങ്ങൾക്ക് മനസ്സിലായില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ് എന്താണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു.
അതിൻ്റെ ഫാക്ട്സ് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതാണൊരു വലിയൊരു അപകടം ഉണ്ടായത്. ഈ ഡാംസിൻ്റെയൊക്കെ വൃഷ്ടി പ്രദേശങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഈ ഗാഡ്ഗിലിനെ കുറിച്ചും ഞങ്ങളെക്കുറിച്ചൊക്കെ ചീത്ത പറഞ്ഞല്ലോ. ഇതിലെന്ത് തെറ്റാണുള്ളത്? പിന്നെ പറഞ്ഞത് പുഴകളുടെ അരികിൽ ഒരു 100 മീറ്ററെങ്കിലും വിട്ടിട്ട് വേണം ബിൽഡിംഗ് പണിയാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെന്ത് തെറ്റാണുള്ളത്? ഇത് ഫ്ലഡ് പ്ലെയിൻ റിട്ടേൺ ചെയ്യണം. അത് വേണം. 100 മീറ്ററെങ്കിലും വിട്ടിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. അവിടെ പല സ്ഥലത്തും പതിച്ചു കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടണം. ഇപ്പോൾ ഇന്ന് നമ്മൾ ചാനലിൽ കണ്ടില്ലേ, ഒരു ബിൽഡിംഗ് ഇങ്ങനെ മറിഞ്ഞു പോകുന്നത് കണ്ടില്ലേ, പോപ്പുലറായ വീഡിയോ എന്നുള്ള രീതിയിൽ. അതെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അവഗണിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സ്ലോപ്പിൽ ഇങ്ങനെ കുത്തനെയുള്ള സ്ലോപ്പിൽ കൊണ്ടുവന്ന് ആരെങ്കിലും വീട് വയ്ക്കുമോ? പക്ഷെ അങ്ങനെ ബിൽഡിംഗ് കിട്ടുന്ന ആൾക്കാരുണ്ട്, ടൂറിസ്റ്റ് ഹോം പണിയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് സമ്മതിച്ചിട്ടല്ലേ ചെയ്യണത്. അത് ചെയ്യാമോ? ഇതെല്ലാം എനിക്ക് തോന്നുന്നത് വിരൽ ചൂണ്ടുന്നത് കേരളത്തിന് ഒരു ലാൻഡ് യൂസ് പോളിസി ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ? എങ്ങനെ നമ്മൾ ലാൻഡിനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുകൊണ്ട് എങ്ങനെയാണ് സാർ അത് വിഭാവനം ചെയ്തത് ശരിക്കും? അത് നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന 67 ഒരു ലാൻഡ് യൂസ് പരിപാടി ഉണ്ടല്ലോ. നമ്മൾ അത് കംപ്ലീറ്റ് നോക്കിയിട്ട് ഇന്നത്തെ അവസ്ഥയിൽ എന്ന് വെച്ചപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 5-8 വർഷമായി നമ്മൾ കൊടുത്തിട്ട്. പക്ഷെ അതിപ്പോഴും നല്ലത് പോളിസി തന്നെയാണ്. അത് വേണമെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ചർച്ച ചെയ്തിട്ട് കൊണ്ടുവരാവുന്ന ഒരു പോളിസിയാണ്. അത് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ല. ഇപ്പം അതിനകത്തും പറയുന്നുണ്ട്, ഈ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അതിനകത്തും പറയുന്നുണ്ട്. ലാൻഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാർഡ്സിലെ ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലീസ് കണ്ടീഷൻ തെറ്റിച്ചിട്ടുള്ള ആളുകൾക്ക് തിരികെ ലീസ് കൊടുക്കരുതെന്ന് അതിൽ പറയുന്നുണ്ട്. എത്രയോ ആൾക്കാരുണ്ട് ലീസ് കണ്ടീഷൻ തെറ്റിച്ചിട്ട്. ആരുടെയെങ്കിലും ക്യാൻസലാക്കണില്ല, ആക്കൂല. അല്ല, അപ്പോൾ അങ്ങനെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഞാനിപ്പോൾ പറഞ്ഞു വെച്ചപ്പോൾ ഇത് ഇത്ര വർഷം കഴിഞ്ഞില്ല. എന്തായാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കമ്മിറ്റിയെ കൂടെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയ ആളിനെയൊക്കെ വിളിച്ചിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് ഫൈനലൈസ് ചെയ്യും. എന്നിട്ട് ഒരു ലാൻഡ് യൂസ് പോളിസി കൊണ്ടുപോവാ. കേരളത്തിന് ഒരു ലാൻഡ് യൂസ് പോളിസി വേണം, നിർബന്ധമായിട്ട് വേണം. ഓരോ ഡിസ്ട്രിക്റ്റിലും എവിടെയാണ് ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് ലാൻഡ് യൂസ് പോളിസിയിൽ പറഞ്ഞിരിക്കണം. ഇൻഡസ്ട്രീസ് വരേണ്ട പുഴ തീരത്തല്ല ഇല്ലേ, അതിന് പറ്റിയ സ്ഥലം നോക്കിയിട്ട് അവിടെ വെക്കണം. അതായത് ആഘാതം കുറയുന്ന സ്ഥലത്ത്. ഇപ്പം നമുക്ക് കുടിവെള്ളത്തിന് പ്രശ്നം വരരുത്. ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയല്ല, കുടിവെള്ളത്തിന് പ്രശ്നം വരരുത്, വായു അശുദ്ധമാക്കരുത്. ഇത് രണ്ടും വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 2018-ലും 2019-ലൊക്കെ പ്രളയം വന്നപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമുക്കൊരു ഡാം മാനേജ്മെൻറ്റ് പോളിസി, അല്ലെങ്കിൽ ഡാം എപ്പോൾ തുറക്കാം, എത്ര വരെ നിറയ്ക്കാം, എത്രയൊക്കെ ഒഴുക്കി കളയാം, ഇത്തരത്തിലൊരു ഡാം മാനേജ്മെൻറ്റ് പോളിസി ഇല്ല എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലൊരു പോളിസി ഇല്ലേ നമുക്ക്? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഡാമുകളെ ശാസ്ത്രീയമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും? ഇത് ഈ ഡാം ഉണ്ടാക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. എപ്പോഴാണ് തുറക്കേണ്ടത്, എപ്പോഴാണ് അടക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല എന്ന് ഒരു എഞ്ചിനീയറും പറയില്ല, നടന്നിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കാര്യമാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ അത് ഒരുപാട് ശാസ്ത്രീയമായിട്ട് സ്റ്റഡി നടത്തിയിട്ടുള്ള സ്ഥലമാണ് മുല്ലപ്പെരിയാർ ഡാം അല്ലേ. IIT റൂർക്കി, IIT ഡൽഹി, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് IUCN 13 റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ ഈ വെള്ളം ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ഒരു റിസർച്ച് സെൻ്റർ ഉണ്ട്. അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ട ഡേറ്റ് എന്നിവ കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് 125 വർഷം മറ്റോ ആയില്ലേ. 50 വർഷമാണ് ഒരു ഡാമിൻ്റെ പരമാവധി ലൈഫ് എന്ന് പറയുന്നത്. ഇത് ഇൻ്റർനാഷണൽ ഡാം കമ്മീഷനുണ്ട്, ലാർജ് ഡാം കമ്മീഷൻ. അവരുടെ ഒരു ഗൈഡ് ലൈനാണ്, നമ്മളതിൽ മെമ്പറുമാണ്. അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ പറഞ്ഞത്
50 വർഷം കഴിഞ്ഞ ഡാമുകളൊക്കെ ഡീകമ്മീഷൻ ചെയ്യേണ്ടത് ആലോചിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഡീകമ്മീഷൻ എന്ന് പറയുമ്പോൾ ഡിമോളിഷൻ എന്നല്ല അർത്ഥം. ഡീകമ്മീഷൻ എന്ന് പറയുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കണം. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡാം കെട്ടിയത്, അതിൻ്റെ പർപ്പസ് സർവ് ചെയ്യണ്ടോ ഇല്ലെന്ന് ആദ്യം നോക്കണം, ഇല്ലേ? അതിന് സ്ട്രക്ചറൽ ഫ്ലോട്ട് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിങ്സ്. എന്നിട്ട് വേണം അത് തീരുമാനിക്കാനായിട്ട്. ഒറ്റയടിക്കാതെ നിങ്ങൾ ഡീകമ്മീഷൻ ഡിമോളിഷൻ ചെയ്യല്ല ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ 44 നദികളും ഒട്ടുമിക്ക നദികളും നമ്മൾ ഡാമുകൾ വെച്ചും ചെക്ക് ഡാമുകൾ വെച്ചും റെഗുലേറ്ററുകൾ വെച്ചും ഒക്കെ അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പരമാവധി അത് ദ്രോഹിച്ചിട്ടുണ്ട്. ഇനിയും പുതിയ ഡാമുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു ശരിക്കും. അപ്പോൾ ഈ ഡാമുകൾ എങ്ങനെയാണ് ശരിക്കും അതിൻ്റെ മുമ്പിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. ഒരു ഡാമിന് ഓരോ ഡാമിനും ഓരോ ആശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഈ ഡാമുകൾ എത്രമാത്രം ദോഷകരമായിരിക്കും ശരിക്കും? ഒരു ലക്ഷ്യത്തെ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ കൂടിയും ഈ ഡാമുകൾ ദോഷകരമാണോ ശരിക്കും? അല്ല, അതെ, ഡിപ്പെൻഡ്സ് ഓൺ ദ ഡാം ആൻഡ് വേർ ദേ ആർ ലൊക്കേറ്റഡ്. ഇതാണ് സംഭവം. ചില സ്ഥലത്ത് ഡാം ആവശ്യമാണെന്ന് തന്നെ പറയാം, വെള്ളം ഒഴുക്ക് നിൽക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് ഡാംസിൻ്റെ ആവശ്യം ഇനി ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഈ സോളാർ ഇത്രയും ഡെവലപ്പ് ചെയ്ത സ്ഥിതിക്ക് കേരളത്തിലുള്ള എല്ലാ വീടുകളിലും സോളാർ പവർ ഇപ്പോൾ കൊടുക്കാൻ പറ്റും വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് ഡാംസിൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ ഇറിഗേഷനല്ലേ ഉള്ളൂ. അതിന് വേറെ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ വേണ്ടാന്ന് നമ്മൾ പറയണില്ല, വേണം, പക്ഷെ ലിമിറ്റഡ് ആയിട്ട് വേണം. സാർ, നമ്മുടെ ഈ ലോകരാജ്യങ്ങളുടെ ഇടയിലൊക്കെ ഇപ്പോൾ റൈറ്റ്സ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ പുഴയുടെ അവകാശങ്ങൾ, റൈറ്റ്സ് ഓഫ് റിവേഴ്സ് എന്ന രീതിയിലൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മെക്സിക്കോ ആയാലും അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും ഇന്ത്യയിലും അത്തരത്തിൽ ജാർഖണ്ഡിലൊരു ശ്രമം നടന്നിട്ട് ഇപ്പോൾ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ് ശരിക്കും. ഇപ്പോൾ സാറുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും 19 കൊല്ലത്തെ ഒരു പ്രവർത്തന പാരമ്പര്യം വെച്ച് എങ്ങനെയാണ് നമ്മൾ പരിസ്ഥിതിയുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ പുഴയുടെ അവകാശങ്ങൾ എങ്ങനെ നേടിയെടുക്കാനാവും ശരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ അത് പുഴയുടെ അവകാശം മാത്രമല്ല, കാടുകളുടെ അവകാശമുണ്ട്, ഇല്ലേ? റൈറ്റ്സ് ഓഫ് അവർക്കൊരു റൈറ്റ് ഉണ്ടല്ലോ. അതെ. അതായത് മനുഷ്യന് റൈറ്റ് ഇല്ലേ, അതുപോലെ തന്നെ പുഴകൾക്കും കാടുകൾക്കും ഒരു റൈറ്റ് ഉണ്ട്. അതായത് ജീവജാലങ്ങൾക്കും റൈറ്റ് ഉണ്ട്. ഇതാണ് അതിൻ്റെ സംഭവം. മനുഷ്യനുള്ളതുപോലെ തന്നെ അവർക്കും റൈറ്റ് ഉണ്ട്. അവരില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളൊരു സംശയമില്ല. ഈ കാടും പുഴയും ഒന്നും ഇല്ലെങ്കിൽ നമ്മളില്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് സംരക്ഷിക്കേണ്ട ഒരു സംഗതി നമുക്കുണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ അത് കാര്യമായിട്ട് നടത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള ഒരു വികസനം. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. നമ്മൾ വേറൊരു സീനറി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പം മനുഷ്യൻ ഈ ലോകത്തില്ലെങ്കിൽ കാടുകൾക്കോ തണ്ണീർത്തടത്തിനോ പുഴകൾക്കോ ഒന്നും സംഭവിക്കില്ല. ഭംഗിയായിട്ട് പുഴ ഒഴുകും, കാട് ഭംഗിയായിട്ട് വരും. തിരിച്ച് അവ ഇല്ലെങ്കിൽ മനുഷ്യന് കൂടി 5 മിനിറ്റ് ജീവിക്കാം, അത് കഴിഞ്ഞാൽ ചത്തുപോകും. ശ്വാസം വേണമല്ലോ, അതിനേറെ വേണ്ടേ? അതാണ് പ്രശ്നം. അത്തരം മനസ്സിലാക്കിയാൽ മതി. സാർ എടുത്തെടുത്ത് പറഞ്ഞ നമ്മുടെ സംഭാഷണത്തിൽ വന്നൊരു കാര്യം, സമൂഹം തിരിച്ചറിയേണ്ട സമയം അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ സമൂഹം പുതിയ തലമുറ അതിനെ കാണേണ്ട രീതികളിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള നമ്മൾ എടുത്ത് പറയേണ്ടത് ശരിക്കും. അവർക്ക് പുതിയ തലമുറയ്ക്ക് സാറുടെ ഭാഗത്തുനിന്ന് കൊടുക്കാവുന്ന ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ എത്തരത്തിലുള്ള സമീപനമാണ് പുതിയ തലമുറ പരിസ്ഥിതിയോട് അല്ലെങ്കിൽ ഈ സമൂഹത്തിനോട് കാണിക്കേണ്ടത്? എന്ത് പ്രതിബദ്ധതയാണ് അവർ കാണിക്കേണ്ടത്? അത് പുതിയ തലമുറ ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ ആൾക്കാർ കൊണ്ടുവന്നാണല്ലോ പുതിയ തലമുറ എന്ന് വെച്ചാൽ, അവരൊക്കെ ഒരു മണി മൈൻഡഡായിട്ട് മാറുകയാണ്. എല്ലാവരും കൊമേഴ്സ്യൽ സൈഡിലേക്കാണ് പോകുന്നത്, ഇല്ലേ? ഇപ്പോൾ ഐ ടി ഭയങ്കരമായിട്ട് വലുതാവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഐ ടിയിൽ പോകാനാണ് താല്പര്യം. കാരണം പൈസ ഉണ്ടാക്കണം, ക്വിക്ക് മണിയാണ്, ഇല്ലേ?
അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കണില്ല. അവരുടെ സ്വന്തം ലൈഫിൽ നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ ഈ യങ്ങർ ഏജിൽ മരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 44 45 കീഴെയുള്ള ആൾക്കാർ ഒരുപാട് മരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഈ മോഡേൺ ലൈഫ് സ്റ്റൈൽ കാരണമാണ്. ഒരു ചോദ്യം കൂടി അതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇത്തരം മാനുഷിക മൂല്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട സമയം, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിഷ്കാരം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ മാറ്റം ആവശ്യമുണ്ട്? അതെ, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മാറ്റം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവരണം. നമ്മളിപ്പോൾ അതങ്ങനെയാണ് കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ എല്ലാവരുടെ മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെവലിലാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പൈസ കിട്ടുന്ന ജോലിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കണില്ല അല്ലേ? അതൊക്കെയാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെ ആ ഫീൽഡിൽ അത്ര വലിയൊരു വിദഗ്ധനല്ലാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല. തീർച്ചയായും സാർ. ഇന്ന് ലോകരാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ കേരളം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുകൊണ്ടും എത്തരത്തിലുള്ള ഇടപെടലുകൾ ഇതിൽ സാധ്യമാണെന്നുള്ള വിഷയത്തെക്കുറിച്ചുകൊണ്ടും വളരെ വിശദമായിക്കൊണ്ട് സംസാരിച്ച കേരളത്തിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി ഗവേഷകൻ ഡോക്ടർ വി എസ് വിജയൻ സാറിന് നന്ദി.